നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഡി തീരുമാനമായിരിക്കുന്നു. ആരൊക്കെ മുന്നോട്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ഫ്ലമിംഗോ, ബ്രസീലിയൻ വമ്പൻ ക്ലബ്ബായ ഫ്ലമിംഗോ അവസാന മത്സരത്തിൽ MLS ക്ലബിനോട് ജയിച്ചില്ല. പക്ഷേ സ്റ്റിൽ അവർ തന്നെയാണ് ഗ്രൂപ്പിൽ ഒന്നാമത്. അതേസമയം ചെൽസി ES ട്യൂണീസുമായിട്ട് നിർണായക മത്സരം വിജയിച്ചു. രണ്ടാം റൗണ്ടിലേക്ക്, അതായത് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുമുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളുടെ റിസൾട്ട്. LAFCയുമായിട്ട് ഫ്ലമിംഗോക്ക് വിജയിക്കാൻ പറ്റിയില്ല. 1-1 സമനിലയാണ്. അവസാന നിമിഷം വരെ, അവസാന മിനിറ്റുകൾ വരെ ഗോൾ രഹിതമായിരുന്ന കളി പെട്ടെന്ന് രണ്ട് ടീമും ഗോൾ അടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 84ാമത്തെ മിനിറ്റിലായിരുന്നു LAFCയുടെ ഗോൾ വന്നത്. അവർക്ക് വേണ്ടി ബോവാങ്കയാണ് ആ ഗോൾ കണ്ടെത്തിയത്. തൊട്ടു പിന്നാലെ 2 മിനിറ്റിനപ്പുറം വാലസിയാനിലൂടെ ആ ഗോൾ മടക്കിയടിച്ചു ഫ്ലമിംഗോ. അങ്ങനെ കളി 1-1 സമനിലയിൽ അവസാനിച്ചു. അതേസമയം ചെൽസിക്ക് നിർണായകമായിട്ടുള്ള മത്സരമായിരുന്നു. അവർ ടുണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ES ട്യൂണീസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അഡ്രാബിയോ, അതുപോലെ തന്നെ ഡിലാപ്പ്, ജോർജ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് 6 പോയിൻറ്റുകളിലേക്ക് എത്താനും പറ്റി. ആ ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലമിംഗോ 3 കളികളിൽ നിന്ന് 7 പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്താണെങ്കിൽ ചെൽസി 3 കളികളിൽ നിന്ന് 6 പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്ലമിംഗോക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ 1ാം സ്ഥാനം കൊണ്ട് കയറിയാൽ മറു ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരാണല്ലോ എതിരാളികളായിട്ട് വരിക. അത് ബയേണാണ്. ഫ്ലമിംഗോയുടെ എതിരാളികളായിട്ട് വരുന്നത് ബയേൺ മ്യൂണിക്കാണ്. ആ മത്സരം വരുന്നത് ജൂൺ 30 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30. അതേസമയം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ 2ാമതായിട്ട് കയറി മറുഭാഗത്ത് വരുന്നത് ബെൻഫിക്കയാണ്. ബെൻഫിക്കയ്ക്കെതിരെ ജൂൺ 29 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അവർക്ക് പ്രീ ക്വാർട്ടർ മത്സരം കളിക്കേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.